രാജ്ഭവനിലെ RSS വൽക്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം. RSS വൽക്കരണത്തിനെതിരെ നടന്ന CITUവിന്റെ രാജ്ഭവൻ മാർച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RSSന്റെ ലക്ഷ്യം ഇന്ത്യയെ മതരാഷ്ട്രമാക്കണം എന്നാണെന്നും ഇപ്പോഴത്തെ ഗവർണർ രാജ്ഭവനെ തന്നെ RSS വൽക്കരിച്ചുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം RSS ഭാരതാംബ ചിത്രത്തെ പിന്തുണച്ച BJP സമരങ്ങൾ പ്രഹസനമായി മാറി. ഗവർണറുടെ നേതൃത്വത്തിൽ രാജ്ഭവനെ RSS വൽക്കരിക്കുന്നതിനെതിരെയാണ് CITUവിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാരതാംബയുണ്ടോ എന്നും ഗവർണർ രാജ്ഭവനെ തന്നെ RSS വൽക്കരിച്ചുവെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ കേരളത്തിന്റെ കലാലയങ്ങൾ വർഗീയവൽക്കരിക്കാൻ, കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും ഗവർണർ BJPയുടെ ഭരണ താല്പര്യം മുൻനിർത്തി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണറുടെ നിലപാട് പരിശോധിക്കണം. ഈ നിലപാടിനെ എതിർത്ത ബഹുമാനപ്പെട്ട ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ച ABVPയുടെ നിലപാടിനെ അങ്ങേയറ്റം പ്രതിഷേധത്തോടു കൂടി മാത്രമേ നമുക്കതിനെ സമീപിക്കാൻ കഴിയുള്ളൂ. ഗവർണറുടെ RSS വൽക്കരണത്തിനെതിരെ കാലടി സംസ്കൃത സർവകലാശാല കവാടത്തിന് മുൻപിൽ SFI ബാനർ ഉയർത്തി. ഭാരതാംബയല്ല ഭരണഘടനയാണ് നട്ടെല്ലെന്ന് പറഞ്ഞാണ് SFIയുടെ പ്രതിഷേധം. തിരുവനന്തപുരം ആയുർവേദ കോളേജിലും ഗവർണർക്കെതിരെ SFI വീണ്ടും ബാനർ ഉയർത്തി. അതിനിടെ ഗവർണറെ പിന്തുണച്ച് BJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾ പ്രഹസനമായി മാറി. കോഴിക്കോട് യുവമോർച്ച നടത്തിയ മാർച്ച് അക്രമാസക്തമായി. RSS ഭാരതാംബ വിഷയത്തിൽ പാലക്കാട് BJP പ്രതിഷേധ പോസ്റ്ററിൽ ഒരു ചിത്രവും ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊരു ചിത്രവും നൽകിയതും ആശയക്കുഴപ്പത്തിനിടയാക്കി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.